نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊരു കുടുംബത്തിൻ്റെയും മനുഷ്യൻ്റെയും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് തൻ്റെ മക്കളൊക്കെ നല്ലവരായി മാറണമെന്നത്. ഏതൊരു രക്ഷിതാവും മാതാപിതാക്കളും അതങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാനകാലത്ത് രക്ഷിതാക്കളുടെ മനോവ്യഥ അല്ലെങ്കിൽ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ അവരൊക്കെ പലപ്പോഴും നമ്മോട് പറയുന്ന ഒരു കാര്യം, മക്കളൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകുന്നില്ല, നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നില്ല, എന്തായാലും അവർ നമ്മളുടെ വഴിക്ക് വരുന്നില്ല. ഇതിന്നൊരടക്കം പറച്ചിൽ പോലെ ഏതാണ്ട് എല്ലാ രക്ഷിതാക്കളും സ്വകാര്യമായും കൂട്ടായും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന കാലത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത, നമ്മൾക്ക് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നമ്മളുടെ സ്വന്തം മക്കൾ നമ്മളുടെ പരിധിക്ക് പുറത്താണ്. അങ്ങനെയാണത് പറയേണ്ടത്, പരിധിക്ക് പുറത്താണ് അവർ. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മളുടെ റേഞ്ചിലേക്ക്, പരിധിയിലേക്ക് അവരെ കൊണ്ടുവരാൻ മുതിർന്ന തലമുറകൾക്ക് കഴിയുന്നില്ല. സാധാരണഗതിയിൽ തന്നെ നാട്ടിലെമ്പാടും എപ്പോഴുമുള്ള ഒരവസ്ഥ, മുതിർന്ന തലമുറയും പുതിയ തലമുറയും തമ്മിൽ വലിയ അന്തരം എപ്പോഴും നിലനിൽക്കാറുണ്ട്.
ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ പറയുന്ന തലമുറകളുടെ അന്തരം നിലനിൽക്കാറുണ്ട്. അത് ഓരോ കാലത്തും ഏറിയും കുറഞ്ഞുമൊക്കെ നിൽക്കും. പക്ഷെ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ഈ അന്തരം വല്ലാതെ കൂടിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മുതിർന്ന കുറച്ചൊക്കെ പ്രായം ചെന്ന ആളുകൾ ചിന്തിക്കുന്ന കാര്യങ്ങളോ അവരുടെ ഭാവനയിലുള്ള സംഗതികളോ അല്ല, അതിൻ്റെയൊക്കെ എത്രയോ അകലങ്ങളിലാണ് നമ്മളുടെയൊക്കെ മക്കൾ ചിന്തിക്കുന്നതും കാര്യങ്ങൾ കാണുന്നതും അവരുടെ പെരുമാറ്റവും രീതിയും ഒക്കെ ആ രീതിയിലാണ് എന്നത് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. ഇതിനൊരു കാരണം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കുറേ കാരണങ്ങളാണ്. നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ ചില കാര്യങ്ങൾ, ഈ IT ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അതിന് ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കാലമായതുകൊണ്ട് ഇവരൊക്കെ ആ ലോകത്ത് സ്വതന്ത്രമായി വിഹരിക്കുമ്പോൾ ഈ മുതിർന്ന തലമുറകൾക്ക് അതിൻ്റെ ആദ്യത്തെ അക്ഷരം പോലും അറിയില്ല. നമ്മുടെ കൺമുമ്പിൽ ഇരുന്നു കൊണ്ട്, നമ്മുടെ ഒപ്പം ഇരുന്നു കൊണ്ട് നമ്മളാരും അറിയാതെ അവർ ഏതോ ലോകത്തൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. നമ്മളതാരും അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നവർ നമ്മുടെ അടുക്കിൽ ഇരിക്കുന്നു എന്നാണ്. പക്ഷെ നമ്മുടെ അടുത്ത് അവരുടെ ശരീരം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ വേറെ ഏതോ ലോകത്ത് വിരാജിക്കുകയാണ്. അത്രമാത്രം ഈ ടെക്നോളജിയും സാങ്കേതിക വിദ്യയും ഒക്കെ നമ്മളുടെ തലമുറകളെ തമ്മിൽ അകറ്റിക്കളഞ്ഞിരിക്കുന്നു. ഇതൊരു വസ്തുതയാണ്. നമുക്കിത് പരിഹരിക്കാൻ പെട്ടെന്നൊന്നും കഴിയില്ല. എങ്കിലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മക്കളെയൊക്കെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് മതപരമായ ബോധം നൽകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഒരു കൽപ്പന നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖു അൻഫുസക്കും വഅഹ്ലീക്കും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ വീട്ടുകാരെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം, സംരക്ഷിച്ചു കൊള്ളണം. നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരെയും, നമുക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ച് നടത്താൻ കഴിയുന്ന കാര്യമാണ്. പോരാ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടുകാരെയും നരകത്തിൽ രക്ഷിക്കേണ്ട പണി നിങ്ങൾക്ക് തന്നെയാണെന്നാണ്. അതൊരു ജോലിയായിട്ട് എടുക്കണമെന്നാണ്. ആ നരകത്തിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്. ആ നരകത്തെ വിശേഷിപ്പിച്ചത് അതിലേറെ ഗൗരവമാണ്. വഖൂദുഹന്നാസു വൽ ഹിജാറ. നിങ്ങൾ രക്ഷിക്കേണ്ട നരകത്തിൻ്റെ സ്വഭാവം, അതിലെ ഇന്ധനം, കത്തിക്കപ്പെടുന്ന വസ്തു മനുഷ്യരും കല്ലുകളുമാണ്. അന്നാസ് വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ട് കത്തിക്കുന്ന നരകമാണ്. അവിടെ കത്തിക്കുന്നത് മനുഷ്യനെയാണ്, ചൂടുള്ള കല്ലാണ്. ആ നരകത്താണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. അതിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരെയും നിങ്ങൾ രക്ഷപ്പെടുത്തുക. അലൈഹ മലായികത്തുൻ, ആ നരകത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ഗിലാദുൻ ഷിദാദുൻ, ആ മലക്കുകളെ പറ്റി പരിചയപ്പെടുന്ന അങ്ങേയറ്റം പരുഷ സ്വഭാവികളാണ്, കഠിന പ്രകൃതിയുള്ളവരാണ്. ഗിലാദുൻ ഷിദാദുൻ ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും, അവരോട് അള്ളാഹു എന്ത് കൽപ്പിച്ചോ അതിനെതിരെ അവർ ചെയ്യില്ല. യഫ്അലൂന മാ യുഅ്മറൂൻ, എന്താണോ കൽപ്പിച്ചത് അതൊക്കെ ചെയ്യുകയും ചെയ്യും. മലക്കുകളുടെ ഒരു പ്രകൃതി അതാണ്. അള്ളാഹു കൽപ്പിച്ചതൊക്കെ ചെയ്യും, ചെയ്യാൻ പാടില്ലാത്തൊന്നും അവർ ചെയ്യില്ല. അവർക്ക് കൊടുത്ത പ്രകൃതി അങ്ങേയറ്റം പരുഷ സ്വഭാവമുള്ളവരാണ്. നരകത്തിൻ്റെ മേൽനോട്ടം അവർക്കാണ്. ആ നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ വീട്ടുകാരെയും രക്ഷപ്പെടുത്തണമെന്നാണ്. വലിയ ശ്രമകരമായ പണിയാണ്, അങ്ങേയറ്റം ശ്രമകരമായ പണിയാണ്. നോക്കൂ, ഈ മക്കൾ നന്നായി കിട്ടുക എന്നത്, നമ്മൾ വിചാരിക്കുന്നത് പോലെ ദീനിൻ്റെ മാർഗത്തിലായി കിട്ടുക എന്നത് അങ്ങേയറ്റം ഭാഗ്യം സിദ്ധിച്ചൊരു കാര്യമായിട്ടാണ് ഇന്ന് എല്ലാ ആളുകളും വിലയിരുത്തുന്നത്. അതെത്ര നമ്മൾ കുട്ടികളെ ശിക്ഷണം നൽകി പരിശീലിപ്പിച്ചെടുത്താലും സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയാൽ, നമ്മൾ പറയുന്ന ചിറക് വെച്ചാൽ അവർ പറന്ന് നമ്മുടെ കയ്യിൽ നിന്നാണ് പോകും. പറക്കണം അവർ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ
നമ്മളുടെ ദീനിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ സമ്പത്തും സന്താനവും ഒക്കെ ഖുർആൻ രണ്ട് കാര്യങ്ങളാണ്. സമ്പത്ത്, സന്താനങ്ങൾ രണ്ടും സീനത്തുൽ ഹയാത്തി ദുനിയ, ലൗകിക ജീവിതത്തിൻ്റെ ഒരു അലങ്കാരമാണ്. നല്ല മക്കൾ, യോഗ്യരായ മക്കൾ ഉണ്ടാവുക, അത് മാതാപിതാക്കൾക്കൊരു അന്തസ്സാണ്. അവരാളുകളുടെ ഇടയിൽ എടുത്തു പറയും. നാലാൾ കൂടുന്നിടത്ത്, സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടക്കുന്നിടത്ത് യോഗ്യരായ മക്കളുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വിധേന അവിടെ പറയും. അതൊരു അഭിമാനമാണ് അവർക്ക്. നല്ല സമ്പത്തുണ്ടായാലും ജീവിതത്തിൽ ഒരു സൗകര്യം തന്നെയാണ്. ആവശ്യത്തിന് സമ്പത്തൊക്കെ ഉണ്ടാവുക നല്ല സൗകര്യമാണ്. പക്ഷെ ഈ മക്കളൊക്കെ, ഈ സമ്പത്തൊക്കെ പരലോകത്തേക്ക് ഉപകാരപ്പെടും. അതിൻ്റെ ബാക്കി അതാണ് വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. എന്നാൽ അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ, അതാണ് പ്രതീക്ഷ നൽകുന്നത്. ആ രൂപത്തിൽ അത് മാറേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ ശ്രമം ആവശ്യമുള്ളത്. നോക്ക്, നബിമാരുടെ ഈ പ്രാർത്ഥനകൾ ഖുർആൻ വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. നമ്മൾ നടത്തേണ്ട ഒരു പ്രാർത്ഥന. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വളരെ വൈകിയാണ് സന്താന ഭാഗ്യം കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താ പറയുക നിങ്ങൾ? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. എൻ്റെ റബ്ബേ, വളരെ സ്വാലിഹായ മക്കളെ എനിക്ക് നൽകണേ എന്ന്. മക്കളെ നൽകണേ എന്നല്ല, സ്വാലിഹായ മക്കളെ നൽകണേ എന്നാണ്. അതൊരു പ്രാർത്ഥനയായിട്ട് നമ്മുടെ കൂടെ വേണം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, നല്ല മക്കളെ പടച്ചവനെ എനിക്ക് നൽകണേ എന്ന് ഖുർആൻ സൂറത്തുൽ അഹ്കാഫിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു ഭാഗമാണ്. 40 വയസ്സ് കഴിയുമ്പോൾ 40 വയസ്സെത്തി കഴിഞ്ഞാൽ, വളരെ പക്വമായൊരു പ്രായമാകുമ്പോൾ ആ കൂട്ടത്തിൽ അവൻ നടത്തുന്ന കുറേ പ്രാർത്ഥനകൾ ഇങ്ങനെ പറയുന്നത്. ആ പ്രായത്തിൽ മനുഷ്യൻ നടത്തിപ്പോകുന്ന പ്രാർത്ഥന നടത്തേണ്ടതാണ്. അതിലൊരു ഭാഗം നോക്കൂ നിങ്ങൾ. വസ്ലിഹ് ലീ ഫീ ദുരിയത്തി, പടച്ചവനെ എൻ്റെ മക്കളെ നീ ഒന്ന് നന്നാക്കി തരണേ എന്നാണ്. നല്ല മക്കൾ തരണേ എന്നല്ല, ഉള്ള മക്കളെ നീ നന്നാക്കി തരണേ എന്നാണ്. ഇനി ഞാൻ ആ തൗബ ചെയ്ത് നന്നായിരിക്കുന്നു ഇപ്പോൾ. എന്താണ് ആ 40 വയസ്സിൻ്റെ പ്രത്യേകത? അത് ഖുർആൻ എടുത്തു പറഞ്ഞ് വളരെ ശ്രദ്ധേയമാണ്. 40 വയസ്സ് പ്രായമായി നിൽക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു 10ഓ 18ഓ ഒക്കെ വയസ്സായ മക്കളുണ്ടാവും, 16ഓ 17ഓ ആയ മക്കളുണ്ടാവും, 60ഓ അതിൻ്റെ അത് മേലെയൊക്കെ നിൽക്കുന്ന ബാപ്പയും ഉമ്മയൊക്കെ അത് വേറെ ഉണ്ടാവും. ഒരു ഭാഗത്ത് അവനെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ പ്രായമായി നിൽക്കുന്നു, അവനെ വളർത്തിയ മാതാപിതാക്കൾ ഇങ്ങേ ഭാഗത്ത് നിൽക്കുമ്പോൾ അവൻ വളർത്തുന്ന മക്കൾ ഇങ്ങേ ഭാഗത്ത് നിൽക്കുന്നു. രണ്ടിൻ്റെയും നടുക്കാണ് ഇവൻ നിൽക്കുന്നത്. ഈ രണ്ട് ഘട്ടവും അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. താൻ അന്ന് കാണിച്ച എല്ലാ വേലത്തരങ്ങളും അനുഭവിച്ച മാതാപിതാക്കളാണ് ഇങ്ങേ ഭാഗത്ത് നിൽക്കുന്നത്. അവരുടെ മുമ്പിലാണ് അവൻ അതേപോലെ മക്കൾ വളർന്നു വരുന്നത്. അവൻ തൗബ ചെയ്യും. ഖുർആൻ പറഞ്ഞത്, ഞാൻ തൗബ ചെയ്തിരിക്കുന്നു പടച്ചവനെ, ഞാൻ മടങ്ങി വന്നിരിക്കുന്നു, ഇനി എൻ്റെ മക്കളും നന്നാക്കി തരണേന്ന. അങ്ങനെ പ്രാർത്ഥിച്ചു പോകും മനുഷ്യൻ. ആ ഒരവസ്ഥ ഇപ്പോൾ നമ്മളുടെയൊക്കെ നാട്ടിൽ വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. മക്കളെ നമ്മളുടെ രീതിയിൽ കെട്ടാത്ത. നോക്ക്, നമ്മൾക്ക് ആഗ്രഹമുണ്ട് അവരെ ഉപദേശിക്കണം. ബാപ്പാക്കും ഉമ്മാക്കും ആഗ്രഹമുണ്ട്. അവർക്ക് മാത്രമല്ല, ഈ തലമുറ ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ മുമ്പിൽ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ അധ്യാപകർക്ക് അവരെ ഉപദേശിക്കണം എന്നുണ്ട്, ഗുരുനാഥന്മാർക്ക് ഉപദേശിക്കണം എന്നുണ്ട്. നാട്ടിലെ കാരണവന്മാരായി നിൽക്കുന്ന പല ആളുകളുണ്ട്, പലതിലും ഇടപെടുന്നു. അവർക്ക് അവരൊക്കെ എന്തെങ്കിലും ഒന്ന് ശാസിക്കണം, പറയണം എന്നൊക്കെ ഉണ്ട്. ഒരു സംഗതിയും നടക്കില്ല. ഒരു അധ്യാപകന് പോലും വിദ്യാർത്ഥികളെ ശാസിക്കാൻ കഴിയാത്ത വിധം വ്യത്യസ്തമായൊരു സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ സർവ്വ ആയുധരാണ്, അങ്ങനെയാണ് പറയേണ്ടത്. മുഴുവൻ ആയുധവും കയ്യിൽ വെച്ചാണ് അവർ നിൽക്കുന്നത്. അധ്യാപകനോ നിരായുധനാണ്, ഒന്നും കയ്യിലില്ലാതെ നിൽക്കുന്ന അവരുടെ മുമ്പിൽ. എന്ത് ചെയ്താലും അവൻ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ. എന്ത് ചെയ്യും ഈ മക്കളെ? ഉപദേശിക്കാൻ പറ്റില്ല, ശാസിക്കാൻ കഴിയുന്നില്ല, നിർദ്ദേശം പോലും കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ ലിബറൽ സംസ്കാരത്തിൻ്റെ ആളുകളാണ്, ഞങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ്, ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഇടപെടാൻ പാടില്ല എന്ന്. ഞങ്ങൾ എങ്ങനെ വേഷം കെട്ടിയാലും പ്രശ്നമില്ല, എങ്ങനെ നടന്നാലും പ്രശ്നമില്ല,
ഞങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് അവകാശമില്ല, ഞങ്ങൾ സ്വതന്ത്ര വ്യക്തിത്വമുള്ളവരാണ് എന്ന അങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചു. അതൊക്കെ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നു. മാർഗം വീട്ടിൽ നിന്ന് പരമാവധി പഠിപ്പിക്കുക തന്നെ. വീട്ടിൽ നിന്ന് കുട്ടികളെ ബാപ്പയും ഉമ്മയും എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെറുപ്പത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയോ അതൊക്കെ ചെയ്തു കൊടുത്ത് പഠിപ്പിക്കുകയല്ലാതെ യാതൊരു നിർവാഹമില്ല. അതും ദുർബലമായി പോവുകയാണ്. നോക്കൂ, നമ്മുടെ മക്കളോട്, ഒരു ഹൈസ്കൂൾ ടീനേജിലുള്ള കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, സംസാരിച്ചു നോക്കൂ, എന്താ മക്കളെ നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം? ഒരു സംശയവുമില്ലാതെ ചോദ്യം തീരുന്നതിന് ഉത്തരം കിട്ടും. അഡ്വൈസ്, ഉപദേശമാണ്. ഞങ്ങൾ ഏറ്റവും വെറുപ്പുള്ള കാര്യം ഉപദേശമാണ്. വേണ്ടെന്നാ, ഉപദേശിക്കണ്ട ഞങ്ങളെ, നിങ്ങളാരും ഞങ്ങളെ ഉപദേശിക്കണ്ട, ഞങ്ങളിങ്ങനെ വളർന്നോളാന്ന്. എന്താ സംഭവിക്കുന്നത്? ഈ കുട്ടികളൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് പോകുന്നു. പരിഹാരം നമ്മൾ പരമാവധി അവരെ ബോധവൽക്കരിക്കുക തന്നെ. വീട്ടിനകത്ത് നിന്ന് കൂടെ കൂട്ടുക, പള്ളിയിൽ പോകുമ്പോൾ വിളിച്ചു നോക്കുക, ഉണർന്നാലും ഉണർന്നില്ലെങ്കിലും സുബൈക്കൊന്ന് വിളിച്ചു നോക്കുക, നമസ്കരിച്ചാലും ഇല്ലെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കുക നമസ്കരിക്കാൻ നേരമായിട്ടുണ്ട് എന്ന്, നമസ്കരിച്ചോ എന്ന് അന്വേഷിക്കുക. മതത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നിടത്തേക്ക് അവരെ കൊണ്ടുപോവുക, പള്ളിയിലേക്ക് വരുത്തുക. ക്ലാസ്സും പഠനവും ഒക്കെ നടക്കുന്നുണ്ട്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നടക്കുന്നു. മതം പഠിക്കാൻ ഇഷ്ടം പോലെ സാഹചര്യമുണ്ട്, മറ്റതൊക്കെ പഠിക്കാൻ പറ്റുന്നത് പോലെ മതവും പഠിക്കാൻ സൗകര്യമുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ ഒന്ന് റൂട്ട് തിരിച്ചു കൊടുത്താൽ, ഏറെക്കുറെ ആയി കിട്ടിയാൽ, എപ്പോഴും വീട്ടിനകത്ത് അത്തരം ചില ചർച്ചകളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ, ഖുർആൻ പഠിക്കുന്ന വായിക്കുന്ന ചർച്ചകളൊക്കെ വീട്ടിനകത്ത് ഇങ്ങനെ ബാക്കിയൊക്കെ നടക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി നടന്നാൽ ഏറെക്കുറെ നമ്മുടെ മക്കളെ പിടിച്ചു നിർത്താൻ നമ്മൾക്ക് കഴിയും. അതല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട്. റസൂലുള്ള പറഞ്ഞു, അൽ മർഉ ഫി ദീനി ഖലീലിഹി ഫൽയൻദുർ മൻ യുഖാലിലു. ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതം എന്താണോ ആ മതത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. കൂട്ടുകാരൻ്റെ മതം എങ്ങനെയാണോ അതേമാതിരി ഇവനും ഉണ്ടാവും. ഫൽയൻദുർ മൻ യുഖാലിൽ. റസൂൽ പറയുന്ന, അതുകൊണ്ട് ആരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുന്നു, കൂട്ടുണ്ടാക്കുന്നു എന്ന് പരിശോധിക്കണം എന്നാണ്. ആരുമായിട്ടൊക്കെ എന്നെ ചങ്ങാത്തം ഉണ്ടാക്കുന്നു എന്ന് നോക്കേണ്ട കാര്യമാണ്. അത് പല മേഖലകളിലാണ്. പണ്ട് കുറച്ചുകൂടി മാറിയ സാഹചര്യം ഇത് അപ്പുറമാണ് ഇപ്പോൾ. നോക്കൂ, നമ്മൾ സൗഹൃദം നമ്മൾക്കൊക്കെ അറിയുന്ന, പഴയ തലമുറക്ക് അറിയുന്ന ഒരു സൗഹൃദമുണ്ട്. വീട്ടിനകത്ത് ബന്ധത്തിൽപ്പെട്ട ആളുകൾ, അയൽവാസികൾ, കോളേജിലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ആ മേഖലയിലൊക്കെ സൗഹൃദമുണ്ട്. കഴിഞ്ഞു, അതാണ് സൗഹൃദം. ഇന്ന് അങ്ങനെയല്ല. ഈ ആളുകളായിട്ടൊന്നും ഒരു സൗഹൃദവും ഇല്ലാത്തവന് അന്യരാജ്യങ്ങളിലൊക്കെ സൗഹൃദം ഉണ്ടാവും, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കാണാൻ സാധ്യത പോലും ഇല്ലാത്ത ആളുകളുമായിട്ട് അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരുപാട് മക്കളാണ് നമ്മൾക്കുള്ളത്. അവരിൽ നിന്നൊക്കെയാണ് ഇവർ മെസ്സേജുകൾ സ്വീകരിക്കുന്നത്, സന്ദേശം സ്വീകരിക്കുന്നത്. അവരുമായിട്ടാണ് ആശയവിനിമയം നടത്തുന്നത്. നമ്മൾക്കറിയില്ല ഇവരെ, ഈ കുട്ടികൾക്കും അറിയില്ല. അവരൊക്കെ ഇവരെ സ്വാധീനിക്കുന്നു. ഒപ്പം നടക്കുന്ന, കമ്പനിയായി നടക്കുന്ന സുഹൃത്തുക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. കുട്ടികൾ അങ്ങനെയാണ്, നല്ല കമ്പനിയാണ് ഇപ്പോൾ. അത് ആർക്കും ഇടപെടാനും തകർക്കാനും ഒരു നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. അവർ പറയാം, അത് എൻ്റെ ചങ്കാണെന്നാ പറയാം. അത് പഴയതാണ് ഭാഷ, അതൊക്കെ പോയി പുതിയത് വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ്, എന്ത് കളവിനും കൂട്ടുനിൽക്കും. കാരണം അവൻ ചെയ്യുന്ന കളവിനൊക്കെ കൂട്ടുനിൽക്കും, തോന്നിയാസത്തിനൊക്കെ കൂട്ടുനിൽക്കണമെന്നാണ്. അതാണ് സൗഹൃദം. നന്മയിലാണെങ്കിലും കൂട്ടുനിൽക്കും അവര്. പക്ഷെ ആ ഒരു അവസ്ഥ മാറിയിട്ട് അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ളു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. സ്നേഹവും വെറുപ്പുമൊക്കെ അള്ളാഹുവിൻ്റെ പേരിലായിരിക്കണം. സ്നേഹം അള്ളാഹുവിൻ്റെ പേരിൽ, ഒരാളോട് കോപിക്കുന്നതും അള്ളാഹുവിൻ്റെ പേരിൽ. വെറുതെ കോപിക്കണ്ട, നല്ലൊരു കാര്യത്തിനെ കോപിക്കാവൂ. ആ രീതിയിൽ റസൂൽ അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞത് അൽ ജലീസു സ്വാലിഹി വൽ ജലീസു സൂന, നല്ല കൂട്ടുകാരനും ചീത്ത കൂട്ടുകാരനും. റസൂൽ പറഞ്ഞു അതിൻ്റെ ഉപമ, നല്ലൊരു സൗഹൃദത്തിൻ്റെ ഉപമ കഹാമിലിൽ മിസ്ക്, ഒരു കസ്തൂരി വാഹകനെ പോലെയാണ്, സുഗന്ധം കൊണ്ടു നടക്കുന്ന കച്ചവടക്കാരനെ പോലെയാണ്. അത്ര വിൽപ്പനക്കാരനാണ്.
റസൂൽ എന്തിനു വിശദീകരിച്ചത്? നിനക്ക് വേണമെങ്കിൽ അവന് വാങ്ങാം, ഒരു അത്ര വിൽപ്പനക്കാരൻ്റെ സൗഹൃദം ഉണ്ടായാൽ അവനോട് വാങ്ങാം, നല്ല സുഗന്ധം ഉണ്ടാവും. ഇല്ലെങ്കിൽ നിനക്ക് തന്നേക്കാം സൗജന്യമായിട്ടൊന്ന് വാങ്ങി നോക്കുക എന്ന് പറയാൻ വേണ്ടി, എന്നാലും സുഗന്ധമാണ്. ഇനി അതൊന്നുമില്ലെങ്കിൽ അയാളുടെ അടുത്തിരുന്നാൽ തന്നെ ഒരു സുഗന്ധം അനുഭവപ്പെടും. അതാണ് നല്ല സൗഹൃദം. ആ ഒരു സൗഹൃദം അങ്ങനെ ആയി മാറണമെന്നാണ്. ഇനി രണ്ടാമത്തെ ഭാഗം, ഹാമിൽ മിസ്കിൻ്റെ മറുഭാഗം പറഞ്ഞു, ഈ കൊല്ലൻ്റെ ആലയിലെ ഉല അടുപ്പ് പോലെയാണെന്ന, അടുപ്പിലൂന്നവൻ്റെ പോലെയാണെന്ന. അവിടെ എന്താ അവസ്ഥ? അവിടെ ചെന്നിരുന്നാൽ അതിലെ തീപ്പൊരികൾ പാറി നമ്മുടെ വസ്ത്രമൊക്കെ കരിഞ്ഞു പോകും. ഒന്നുമില്ലെങ്കിൽ ദുർഗന്ധമാണ് അവിടുന്ന് കിട്ടാനുള്ളത്. ഇതാണ് ചീത്ത സൗഹൃദത്തിൻ്റെ ഉപമ റസൂല് പറഞ്ഞത്. രണ്ടും എന്നും എക്കാലത്തുണ്ടാകും. സൗഹൃദത്തിൻ്റെ മേഖലയൊക്കെ അതിരുകൾ വിട്ട ലോകത്തായതുകൊണ്ട് മാതാപിതാക്കളായ നമ്മൾക്കൊക്കെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമാണ്. പരിഹാരം വീട്ടിനകത്ത്, പൂർണ്ണമല്ലെങ്കിലും വീട്ടിനകത്ത് ഈ മക്കളെ മെരുക്കിയെടുക്കാനും നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കാനും ശ്രമിക്കുക. പള്ളിയിൽ വരാൻ, ഇസ്ലാമികമായ പഠനങ്ങൾ കേൾക്കാൻ, ഓൺലൈനിലാണെങ്കിലും വീട്ടിലൊക്കെ അത് കേൾക്കുന്ന മാതാപിതാക്കളൊക്കെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായാൽ ആ കുട്ടികൾ അതിൻ്റെ ഒരു സ്വാധീനമുണ്ടാവും. പൂർണ്ണമായില്ലെങ്കിലും സ്വാധീനം ഉണ്ടാവും. അവർക്കൊരു പക്വത വരുമ്പോഴെങ്കിലും അതിലേക്കൊക്കെ തിരിച്ചു വരാൻ അവർക്ക് സാധിക്കും. വീട്ടിനകത്ത് അത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുക. മക്കൾ നന്നായി വരാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഒരു കുട്ടിയെ ഒരു മകനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയും ഒരു മകനാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആ ആയത്ത് ശ്രദ്ധിക്കുക. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലക്കുമാ. തൻ്റെ മാതാപിതാക്കളോട് ഛേ ഛേ എന്ന് പറയുന്ന ഒരു മകൻ. അങ്ങനെ പറയരുത് എന്ന് ഖുർആൻ പറയുന്നു. പക്ഷേ ഈ മകനെ പരിചയപ്പെടുത്തുന്നത് വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലക്കുമാ. അവൻ്റെ അടുത്ത ചോദ്യം അതഅദാനി അൻ ഉഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി. ബാപ്പാനോടും ഉമ്മാനോടും ചോദിക്കുക, എന്താ നിങ്ങൾ രണ്ടുപേരും ഈ ആധുനിക കാലഘട്ടത്തിൽ എന്നോട് പറയുന്നത് മരിച്ചതിന് ശേഷം പുനർജീവിപ്പിക്കുമെന്നാണോ? നമുക്ക് നമ്മുടെ അതേ കുട്ടികളാണ് ഈ ചോദിക്കുന്നത്. മരണാനന്തരം വീണ്ടും പുനർജനിപ്പിക്കും, എന്നിട്ടൊരു വിചാരണയും സ്വർഗവും നരകവും ഒക്കെ ഉണ്ട് എന്നാണോ നിങ്ങൾ ഇപ്പോഴും എന്നോട് പറയുന്നത്? ഈ ചോദ്യം 1400 വർഷം മുമ്പ് ഖുർആൻ ഒരു കുട്ടിയെ പരിചയപ്പെടുത്തിയ ഇതിനേക്കാൾ ഭംഗിയായിട്ടാണ് നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത്. അവർക്ക് അങ്ങനത്തെ മെസ്സേജുകൾ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അതിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ വീട്ടിനകത്തിരുന്ന് കുട്ടികളെ അവിടെ വരാതെ അവർ തട്ടിക്കൊണ്ടുപോകുന്നു. നമ്മുടെ വീട്ടിനകത്തിരിക്കുന്ന കുട്ടികളെ മടിയിൽ നിന്ന് കുട്ടികളെ അവർ തട്ടിക്കൊണ്ടുപോകുന്നു. ഈ മതനിഷേധികളും മതവിരുദ്ധരുമായ ആളുകൾ അവർ ചോദിക്കുന്നത് അതഅദാനി അൻ ഉഖ്റജ, മരിച്ചതിന് ശേഷം പുനർജനിക്കുമെന്നാണോ പറയുന്നത്? തെളിവ് വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി. എനിക്കും ഒരുപാട് തലമുറകൾ ബാപ്പാവുമ്മ കഴിഞ്ഞുപോയി, അവരാരും തിരിച്ചു വന്നിട്ടില്ല, ഇനിയും തിരിച്ചു വരുമെന്നാണോ ഇപ്പോഴും നിങ്ങളൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് ഏത് കാലത്താണ്? വഹുമാ യസ്തഗീസാനില്ല വൈലഖാമിൻ ഇന്ന വഅദല്ലാഹി ഹഖുൻ. ആ ബാപ്പയും ഉമ്മയും അങ്ങേയറ്റ സങ്കടത്തോടു കൂടി പടച്ചവനോട് താണുകേട് പറയും. വഹുമാ യസ്തഗീസാനില്ല വൈലഖാമിൻ. നാശം മോനെ, നീ ഒന്ന് വിശ്വസിക്കുക ഇത് കാര്യങ്ങളൊക്കെ. ഇന്ന വഅദല്ലാഹി ഹഖുൻ. അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലരുന്ന സത്യമാണ്. ഉറപ്പായിട്ടും ഇത് സംഭവിക്കും. മരണാനന്തരം മനുഷ്യൻ ജീവിപ്പിക്കും, വിചാരണ നടത്തും. നീ വിശ്വസിക്കും മോനെ എന്ന് അങ്ങേയറ്റത്തെ വ്യസനത്തോടു കൂടി താണുകേണ് പടച്ചവനോട് പറഞ്ഞ് ആ മാതാപിതാക്കൾ മക്കളെ പറയും.
ഫയഖൂലു, അപ്പോൾ മകൻ പറയുന്നത് മാ ഹാദാ ഇല്ലാ അസാത്തിറുൽ അവ്വലീൻ, ഇതൊക്കെ പഴംപുരാണമാണ്. മാ ഹാദാ ഇല്ലാ അസാത്തിറുൽ അവ്വലീൻ, ഇതൊക്കെ പഴംപുരാണമാണ്. മരിക്കുക, ജീവിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് കന്നുകാലികളൊക്കെ ചത്തുപോകുന്നത് പോലെ, പട്ടിയും പന്നിയും ഒക്കെ ചത്തുപോകുന്നത് പോലെ, കൊതുകും മൂട്ടയൊക്കെ ചത്തുപോകുന്നത് പോലെ ആ കൂട്ടത്തിലൊരു ജന്തുവായി ചത്തുപോകുമെന്നല്ലാതെ അതിലപ്പുറമൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു പരലോക വിചാരണയൊന്നും ഇല്ലാന്ന്. അതൊരു സുഖമാണ്. എന്താണ് ആ സുഖം? ഈ ലൗകിക സുഖങ്ങളെല്ലാം വേണ്ടുവോളം നുകരാം, അതിരും എതിരുമില്ലാതെ പ്രവർത്തിക്കാം, തോന്നിയതുപോലെ വിലസി ജീവിക്കാം. പക്ഷെ അന്ത്യം എന്താണ്? മരണത്തിനപ്പുറമുള്ള ലോകത്ത് വിചാരണയ്ക്ക് വരുമ്പോൾ ഒരു ഉത്തരവും പറയാനുണ്ടാവില്ല. അവിടെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഈ കുട്ടികളെ, നമ്മളുടെ മക്കളെ, അവർ മോശക്കാരല്ല, നല്ല ബുദ്ധി വൈഭവമുള്ളവരാണ്, നമ്മളെക്കാളൊക്കെ നല്ല ബുദ്ധിയുള്ളവരാണ്, നല്ല സാമർഥ്യമുള്ളവരാണ്. നമ്മൾക്കറിയാം, നമ്മളെ പേരമക്കളോട് പോലും സംവദിക്കാൻ കഴിയാത്ത വിധം വിവരങ്ങളാണ് അവരുടെ അടുക്കൽ. നമ്മുടെ പേരക്കുട്ടികളോട് സംസാരിച്ചാൽ അവർ നമ്മളെ മറികടന്നു പോവുകയാണ്. അത്രയധികം വിവരങ്ങളാണ് അവരുടെ കൈവശമൊക്കെ ഉള്ളത്. അവർക്ക് ബുദ്ധിയില്ലെന്ന് പറയാൻ കഴിയില്ല. ഉണ്ട്, പുതിയ ചോദ്യങ്ങളുണ്ട്, പുതിയ ഉത്തരങ്ങൾ നമ്മൾ നൽകണം. ഈ പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ കുട്ടികൾക്ക് നൽകണം. അവരതിന് പറ്റുന്ന രീതിയിൽ പാകപ്പെടുത്തിയെടുക്കണം. അങ്ങനത്തെ സദസ്സുകളിൽ നിർബന്ധപൂർവമാണെങ്കിൽ പോലും അവരെ എത്തിക്കണം. അവർക്ക് കേൾക്കാനും പഠിക്കാനും അവസരമുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നമ്മളുടെ മക്കളെ നമ്മളുടെ തന്നെ മക്കളാക്കി നിലനിർത്താൻ, നമ്മളുടെ മക്കളെ നമ്മളുടെ തന്നെ മക്കളാക്കി നിലനിർത്താൻ നമ്മൾക്ക് സാധിക്കണം. ഖുർആൻ പറഞ്ഞ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക, സൂക്ഷിക്കുക എന്ന ആഹ്വാനം നമ്മളെപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുക. സർവശക്തനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളൊക്കെ പരമാവധി ചെയ്യുകയും ചെയ്യുക. അതൊരു നയത്തിലും മയത്തിലുമൊക്കെ ചെയ്താൽ ഇവരാരും കൈവിട്ടു പോവില്ല. അങ്ങനെ മോശക്കാരല്ല, അവരൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ, നന്നാക്കിയെടുക്കാനും കഴിയുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മുടെ വരും തലമുറയുമൊക്കെ ഉറച്ച മതവിശ്വാസവും ദീനും കൊണ്ട് നടക്കുന്ന സൽസ്വഭാവികളായ നല്ല മക്കളാക്കി വളർത്താൻ അള്ളാഹുവെ നീ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ നാഥ. ഈ ദീനിൻ്റെ ഭാവി നിലനിൽക്കുന്നത് നമ്മുടെ ഇളം തലമുറയിലാണ്. ആ ഇളം തലമുറ ലക്ഷണം തികഞ്ഞ നല്ല മക്കളായി വളരാൻ നമ്മൾ പ്രവർത്തിക്കുക. പടച്ചവനെ, നമ്മൾ നീ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക